ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിമിനറി എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് എഴുതുന്നവർക്കുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് ആ ഒരു എക്സാമിന് വേണ്ടി നോക്കുന്നവർ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി വേണ്ടത് പഠിക്കുക. അതിൻ്റെ കുറിച്ച് വേണ്ട നോട്ട്സ് എന്നുള്ള രീതിയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ചാനലിൻ്റെ ലെവൽ 2 കേട്ടോ, ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് സ്പെഷ്യലായിട്ട് വേണ്ട ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ നമ്മളുടെ ലിറ്ററേച്ചർ കൺസേൺ ആയിട്ടുള്ള കുറച്ച് നോട്ട്സും കേരള ജോഗ്രഫി കൺസേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും 2-3 കൂടി ഇടാനുണ്ട്, അതും കൂടി ഇടും ഞാൻ. അപ്പോൾ ഇത് ഒരു ഫൈനൽ ഒരു ക്വിക്ക് റീക്യാപ്പ് എന്നുള്ള രീതിയിൽ നോക്കാൻ താല്പര്യമുള്ളവർക്ക് അത് നോക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇനി ഈ ഒരു എക്സാം പ്രിലിമിനറി കൺസേൺ ആയിട്ട് എഴുതുന്നവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ഈ പ്രിലിമിനറി കൺസേൺ ആയിട്ട് നമ്മൾ SCERTയുടെ ഓരോ പാഠഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. നമ്മുടെ 5 to 10 നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട SCERT പാഠഭാഗങ്ങൾ. ഇത് മസ്റ്റായി നോക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്, കാരണം അത്രത്തോളം മാർക്സ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന SCERT ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിംഗിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ടൈമിലാണെങ്കിൽ പോലും ഈ പ്ലേലിസ്റ്റ് അത്യാവശ്യം വേണ്ടത് കേൾക്കാൻ നമ്മുടെ ഓരോ സബ്ജക്റ്റ് വൈസ് ആണ് ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബയോളജി കൺസേൺ ആയിട്ട് ഹ്യൂമൻ ബോഡി ഉണ്ടെങ്കിൽ ആ ഹ്യൂമൻ ബോഡി കൺസേൺ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒരു പ്ലേലിസ്റ്റ്. അതുപോലെ ഫിസിക്സ് കൺസേൺ ആയിട്ട് ചലനം ഉണ്ടെങ്കിൽ ചലനം കൺസേൺ ആയിട്ട് 5 തൊട്ട് 10 വരെയുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ടോ അതൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്ലേലിസ്റ്റിൽ ഇടുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ എക്സാമിന് ഇത്രയും ദിവസമല്ലേ ഉള്ളൂ, അപ്പോൾ ഈ പ്രിലിമിനറി അതല്ല. നിങ്ങൾക്ക് ഈ പ്രിലിമിനറിയിലേക്ക് ജോയിൻ ചെയ്താലും ഞാൻ പറയാണ്, ഈ പ്രിലിമിനറിയിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്തവർക്കാണെങ്കിലും ഈ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ VFAക്ക് എന്ത് ചെയ്യാം, അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി പ്രിലിംസ് കിട്ടിയാൽ നിങ്ങൾക്കത് മെയിൻസ് വരെയാണെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു ലാസ്റ്റ് ടൈമിൽ ചെയ്തിട്ട് എന്തിനാ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമുകൾക്കും ഹെൽപ്ഫുൾ ആകുന്നതാണിത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് എഴുതുന്നവർ VFAയും പ്രിലിംസ് കിട്ടിയ മെയിൻസും ഒക്കെ എഴുതുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവരെ വാലിഡിറ്റി കിട്ടുന്ന തരത്തിലായിരിക്കും ഞാൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് കൺസേൺഡ് ആയിട്ട് വേണം എന്നുള്ളത് വെച്ചിട്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. സോ ചേരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, ഇനി ബാക്ക് ടു VFA എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു സിംഗിൾ എക്സാം ആണ്. നമുക്ക് ഈ പ്രിലിംസ് മെയിൻസ് പോലെയുള്ള വലിയ വലിയ കടമ്പകളൊന്നും കടക്കാൻ താല്പര്യമില്ലാത്തവരാണ് എല്ലാവരും. കാരണം പെട്ടെന്ന് ഒരു ജോലി കിട്ടുക, ഒരു എക്സാം എഴുതി പെട്ടെന്ന് റിസൾട്ട് വന്ന് അത് ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം, അല്ലെ? പക്ഷേ ഈ പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി നമുക്ക് ആദ്യമൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നും, പിന്നീട് അങ്ങോട്ട് നമുക്കൊരു ഒരു മടുപ്പാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇനി ഇതുവരെ നമ്മുടെ അവസരങ്ങൾ നമ്മൾ എന്തെങ്കിലും കാരണങ്ങളാലൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, പല കാരണങ്ങളാൽ വിചാരിച്ച പോലെ എല്ലാം നേടണം പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇനിയുള്ള ഈ ഒരു 2.5 മാസം തികച്ചില്ല, ഈ ഇത്രയും ഇതുകൊണ്ട് VFAക്ക് എങ്ങനെ പഠിച്ച് തീർക്കും, എന്താ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഒരു ഇതിൽ നിന്നാൽ നമുക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ പറ്റും എന്നുള്ള കുറേയധികം കൺഫ്യൂഷൻസും തോട്ട്സും ആയിരിക്കും നമ്മുടെ മനസ്സിലിപ്പോൾ. അപ്പോൾ അധികം തോട്ട്സിനൊന്നും അല്ല ഇനി സ്ഥാനം, നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി ആകെ മുമ്പിലുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിലബസിനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയ്ക്കധികം ഒരു LDC ലെവലിലുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് എന്നുള്ളത്. ഞാൻ ആദ്യം എൻ്റെ ഒരു അനുഭവം പറയട്ടെ. നമ്മൾ ഇതേ ഒരു ഫോർമാറ്റിൽ സിലബസ് വരുന്ന ഒരു എക്സാം ഞാൻ എഴുതി. ആ എക്സാം എഴുതിയപ്പോൾ ഞാൻ വേണ്ട ഇതേപോലെ 2 മാസമൊക്കെ തികച്ചിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് ആ എക്സാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അതിന്റെ അടുത്ത് വരെ, അതായത് ആ മാർക്സിന്റെ അടുത്ത് വരെ ഞാൻ എത്തി, പക്ഷെ എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനൊരൊറ്റ കാരണം ഉണ്ടായിരുന്നില്ല. എന്താണ് എനിക്ക് കിട്ടാതിരുന്നതിന്റെ ഒരു കാരണത്തിൽ ഞാൻ നോക്കിയപ്പോൾ SCERT എനിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി. കാരണം SCERT ആ സമയത്ത് എനിക്ക് അവൈലബിൾ ആയി കിട്ടിയില്ല. ഓക്കെ, പല കിട്ടിയതിൽ തന്നെ 2-3 ഒക്കെ കിട്ടിയത്, പക്ഷെ എനിക്ക് അത്രയും വായിച്ചെത്താൻ പറ്റിയോ റിവൈസ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒബ്വിയസ്ലി നല്ലൊരു സ്കോറിങ്ങിലോട്ട് എത്തിയാണെന്ന്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന SCERT പാഠഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം അതിൽ നിന്ന് അവർ നമ്മുടെ സിലബസിൽ പറഞ്ഞ ഓരോ ഏരിയാസ് വെച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. സയൻസിന്റെ കംപ്ലീറ്റ് മേഖല, ഓക്കെ, ഹിസ്റ്ററിയുടെ കംപ്ലീറ്റ് മേഖല, അത് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വെറുതെ ചരിത്രം എഴുതി വെച്ചിട്ടുള്ളൂ എങ്കിലും ഈ പറയുന്ന കേരള, ഇന്ത്യ, വേൾഡ് കംപ്ലീറ്റ് വരും കേട്ടോ അതില്. അതുപോലെ ജോഗ്രഫിയുടെ മേഖല, ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ SCERT പഠിക്കണം എന്നുള്ളത് എനിക്ക് ഉറപ്പായി. 5 തൊട്ട് 10 വരെ അത്രയും കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ കേവലം കുറേയധികം ഫാക്ട്സ് ഇങ്ങനെ മഗപ്പ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു SCERT അപ്രോച്ചിൽ നിന്ന് പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇപ്പോൾ ഔട്ട് ഓഫ് SCERT നമ്മുടെ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒബ്വിയസ്ലി നോക്കണം. അത് പഠിക്കണം. പഠിച്ചിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കോച്ചിങ് എടുത്തിരുന്ന സമയത്ത് എൻ്റെ സാർ കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കുറേ വാരി വലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് ഈ പറയുന്ന സിലബസിനെയൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം പഠിക്കും. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാത്ത പക്ഷം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാമെന്ന്?
ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നല്ലേ നമ്മൾ വിചാരിക്കുക, പക്ഷെ അങ്ങനെ ആകണമെന്നില്ലല്ലോ. അപ്പൊ ഏതൊരു തരത്തിലോ ഏതൊരു ഏരിയയിൽ നിന്നൊരു ചോദ്യം വന്നാലും നമ്മൾ പഠിച്ചറിവ് വെച്ച് നമുക്കത് പറ്റാൻ പറ്റണ്ടേ. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ധാരാളം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഞാനൊരു ലിസ്റ്റ് വീണത്, മനസ്സിലായോ. അപ്പോ ഈ പറയുന്ന രീതിയിൽ മാക്സിമം എന്താണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണ് കൂടുതലും SCERT പാഠഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ഡെയിലി ടെസ്റ്റിനും പ്രാധാന്യം കൊടുത്തത്. ഓക്കെ, SCERT എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ പറയുന്ന സിലബസ് കൺസേൺഡ് ആയിട്ടുള്ള ഓരോ വിഷയത്തിനും അതിൻ്റെതായ ചാപ്റ്റേഴ്സ് ഉണ്ട്, 5 തൊട്ട് 10 വരെ. ഈ പറയുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചെടുക്കുന്ന രീതിയിൽ വെറുതെ വായിച്ചെടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കുമ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ പഠിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാം PSC നടക്കുന്ന എക്സാംസ് കുറച്ചും കൂടി കൺസെപ്റ്റൽ ഓറിയന്റഡ് ആണ്. പണ്ടത്തെ മിയർ ഫാക്ട്സ് എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ചും കൂടി അനലിറ്റിക്കൽ എന്നുള്ള രീതിയിലേക്കൊക്കെ കടന്നു കഴിയും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ വായിച്ചെടുക്കുന്ന ഇംപ്ലിക്കേഷൻ ആകണമെന്നില്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിലുള്ളത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് കൂടിയാണ് ഞാൻ ഈ പറയുന്ന SCERT ക്ലാസ്സസ് എടുക്കുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെന്നുള്ളത്. കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കി ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പറയുന്ന ടെക്സ്റ്റിലെ ക്ലാസ്സസ് നല്ല എക്സ്ട്രാ ഫാക്ട്സോട് കൂടി തന്നെ എടുക്കുന്നത്. കംപ്ലീറ്റ് നമ്മുടെ എക്സാമിന് വേണ്ട അത്രയ്ക്കധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 200+ വീഡിയോ ക്ലാസ്സസ് തന്നെ നമുക്ക് ഉണ്ട് ഈ പറയുന്ന SCERT ബേസ്ഡ് ആയിട്ട് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ SCERT ക്ലാസ്സസിലാണെങ്കിലും നമ്മളുടെ ഒരു ഈ പറയുന്ന ഇത്രയും മാർക്സിൽ ഔട്ട് ഓഫ് 100 ഒരു സർട്ടൺ % ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു SCERTയിലാണെന്ന്. അതിൽ 35+ മാർക്സ് എന്തായാലും SCERT വരും. അത് ഷുവറാണ്, ഞാൻ ഷുവറായിട്ട് പറയുന്ന കാര്യമാണ്. ഓക്കെ, ബാക്കി നമ്മൾ എന്താണ് ഡെയിലി ഓരോ ഇപ്പൊ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം വരുന്നുണ്ട് അവിടെ. അപ്പൊ എനിക്കത് അതിൽ കൂട്ടേക്കാരം ഇംഗ്ലീഷ് മാത്സ് ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന SCERT എന്നുള്ളതല്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് അത്രയും മാർക്സ് ഒക്കെ ഈ ഒരു ഒറ്റ സംഭവം പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഓരോ സിലബസ് വൈസ് ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഇന്റേണലി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനോട് കൺസേൺഡ് ആയിട്ടുള്ള ഓരോ പാഠഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ധനതത്വശാസ്ത്രം എടുത്താൽ തന്നെ അത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് അതിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ സ്വതേ നമ്മൾ പഠിക്കുന്ന കുറെ കോൺസെപ്റ്റുകളുണ്ട്. ആ കോൺസെപ്റ്റുകളൊന്നും അറിയാതെ ഇത് പഠിക്കാൻ പറ്റത്തില്ല നമുക്ക്, മനസ്സിലായോ. അപ്പൊ അതൊക്കെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ട്, അതായത് ടെക്സ്റ്റിൽ വെറുതെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള കുട്ടി പഠിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളെ ആ ടെക്സ്റ്റിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യങ്ങളെ കുറച്ചും കൂടി ഡീപ്പർ ലെവലിൽ അതിന്റെ സറൗണ്ടിങ് ഫാക്ട്സും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ എക്കണോമിക്സ് ഒക്കെ നല്ല നമുക്ക് ടഫ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ മോണിറ്ററി പോളിസി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ മോണിറ്ററി പോളിസിനൊക്കെ ചോദ്യങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 10th ലെവലിലും ഏകദേശം ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല ഇലാബറേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം നിങ്ങൾ വെറുതെ ആ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അത്രത്തോളം എക്കണോമിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെറുതെ ഒരു വായനയിലൂടെ കിട്ടുന്ന കാര്യങ്ങളല്ലാതെ. കാരണം അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ പക്ഷം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ എക്കണോമിക്സ് പോലത്തെ കാര്യങ്ങൾ ഈവൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും നമ്മൾ വായിച്ചെടുത്താൽ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും അറിവ് ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് കിട്ടും. ചിലപ്പോൾ അയാൾ സ്കോട്ട് ചെയ്യുന്ന എക്സാമ്പിൾ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ മൈൻഡിൽ ആ ഒരു സമയത്ത് വരാം. പിന്നെ ഞാൻ കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സസ് ആയിട്ടാണ് എടുക്കുന്നത്. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ വെച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ, ഫ്ലോ ചാർട്ട് ആണെങ്കിൽ അങ്ങനത്തെ രീതിയിൽ എനിക്കറിയാവുന്ന കോഡ്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കംപ്ലീറ്റ് എൻറ്റയർ SCERT ക്ലാസ്. അലോങ് വിത്ത് ദാറ്റ് ഈ VFAക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും പറയുന്ന പോർഷൻസിന്റെ കൂടെ നമുക്കറിയാം ഈ കേരളം ഭരണ സംവിധാനങ്ങളുണ്ട്, അതുപോലെ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു മേഖല പഠിക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ എന്താണ് അവിടെ കൂടുതലും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിക്കാന്ന് കൂടെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളുടെ ഈ SCERT അലോങ് വിത്ത് ദാറ്റ് ഞാനിവിടെ കംപ്ലീറ്റ് ടെസ്റ്റ് സീരീസും കൂടെ ചെയ്യുന്നത്. ഓക്കെ, അത് ഡെയിലി ടെസ്റ്റ് ആണ്. ക്രിസ്പായിട്ട് ഞാൻ നിങ്ങളോട് ഇത്ര ടെസ്റ്റ് ഉള്ളൂ എന്നല്ല പറയുന്നത്, ഡെയിലി ആണ്. നമ്മുടെ എക്സാം വരെയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കംപ്ലീറ്റ് നമ്മുടെ സിലബസിനെ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേണ്ട കോർ ഏരിയാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ ഡെയിലി കൃത്യമായിട്ട് ഇന്നത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ടെസ്റ്റ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞു നിങ്ങളോട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ഏരിയാസ് കറസ്പോണ്ടിങ് ആയിട്ട് കാണണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ധനതത്വശാസ്ത്രത്തിൽ നിങ്ങൾ വെറും ഒരു സാമ്പത്തിക രംഗം മാത്രമേ കാണുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലാനിംഗ് കമ്മീഷൻ എന്ന് മാത്രമേ കാണുള്ളൂ. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേണൽ കാര്യങ്ങളും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ ദിവസവും എന്ത് പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ. വേണമെങ്കിൽ ഇത് ഡയറക്റ്റ് എന്ത് പറയാം, ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എന്താണ്
ഈ പഞ്ചവത്സര പദ്ധതി പഠിക്കൂ ഒരു ദിവസം. അങ്ങനെ എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല. കാരണം പഞ്ചവത്സര പദ്ധതി 12 ഉണ്ട്. ഈ 12 കറക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യിച്ച് ഇത്ര എണ്ണം വെച്ചിട്ടാണ് ഞാൻ സ്റ്റഡി പ്ലാനിൽ കൊടുക്കുന്നത്. സോ ദാറ്റ് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ അതിൽ കാണും. ഓക്കെ, ഇങ്ങനെ ഓരോ ഏരിയനെ തല്ലിപ്പൊട്ടിച്ച് അതിൽ വേണ്ട ഈ പറയുന്ന നമ്മളുടെ പോർഷൻസിനെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇന്നതിൽ നിന്നാണ് ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിൽ നിന്നുള്ള ഓരോ ഏരിയാസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ പല ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു വേയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോറിങ് ഈ BFA നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുണ്ട് കേട്ടോ. കാര്യമായിട്ട് തന്നെ പറയുന്നത്. കാരണം ഈ ഒരു ടൈമിൽ എനിക്ക് വലിയൊരു എമൗണ്ട് പറഞ്ഞ് നിങ്ങളെ എന്താണ് ഈ പറയുന്ന രീതിയിൽ കേൾപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തീരണ്ടേ, പഠിച്ച് തീരണമല്ലോ നമ്മുടെ കോണ്ടന്റ്. അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, സോ ദാറ്റ് നിങ്ങൾക്ക് ആ ഒരു രീതിയിലൂടെ എങ്കിലും കുറച്ച് എന്താണ് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ, നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടണം എക്സാം എഴുതുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത്യാവശ്യം ആ ഒരു എക്സാമിന്റെ ടൈമിലെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടണം. എന്നെ കൊണ്ട് പറ്റും, ഞാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് കിട്ടാനാണ് ഞാൻ ഈ പറയുന്ന ഡെയിലി ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യിക്കുന്നതും SCRT അവരെ ഒന്ന് അവെയർ ആക്കുന്നതും. ഓക്കെ, ബാക്കി നമ്മുടേതായ ഒരു എഫേർട്ട് അത്രയും % പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ എഫേർട്ട് ഇടണം. SCRT നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് ഓരോ പാഠഭാഗങ്ങൾ നോക്കി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കണം. ഇനി ആ പഠിക്കുന്നതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യാൻ നിൽക്കണം. ഏതൊക്കെ ഇനി അതിന്റെ അപ്പുറത്ത് കൂടെ. അപ്പൊ നമ്മൾ തന്നെ സ്വയം റെഫർ ചെയ്യണം. നമുക്ക് ഈ 2.5 മാസമൊക്കെ റെഫർ ചെയ്യാനുണ്ടോ സമയം? നമുക്ക് എക്സ്ട്രാ റെഫറൻസ് ഒക്കെ നടത്താനുള്ള ടൈം ഉണ്ടോ? ഇല്ല. നമുക്ക് SCRT പാഠഭാഗങ്ങൾ തിരഞ്ഞ് ഏതൊക്കെയാണ് എഴുതിയെടുത്ത് വായിച്ചു നോക്കി അതിൽ എന്തൊക്കെയാണെന്ന് ആഡ് ഓൺ ചെയ്ത് പോകാനുള്ള ടൈം ഉണ്ടോ? ഇല്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വയം കണ്ടെത്തി ഓരോന്ന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കിട്ടുമോ ഈ ഒരു സിംഗിൾ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യണം, ആ ഒരു എന്താണ് ലക്ഷ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയണം. അതിന് നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു ബോധം സ്വയം ഉണ്ടാക്കിയെടുക്കുകയും സോ ദാറ്റ് എന്താണ് മാക്സിമം എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ കൊണ്ട് ഇടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് പ്രയോജനപ്പെടും. ഇനിയും ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൃന്ദാവൻ PSC Bolt എന്ന് പറയുന്ന എന്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഈ പറയുന്ന കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് അതിൻ്റെതായ രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാക്കും. ട്രസ്റ്റ് മീ, കാരണം അത്രത്തോളം എഫേർട്ട് ഞാൻ ഇതിന്റെ പിന്നിൽ ഇടുന്നുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് BFAക്ക് എന്നുള്ള രീതിയിൽ തന്നെ. കാരണം ഞാൻ പറഞ്ഞത് ഇതൊരു ഒറ്റ പരീക്ഷയാണ്. നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് ഇത് എത്രയും പെട്ടെന്ന് എന്താണ് ഇതെങ്കിലും നേടിയെടുക്കണം. ഓരോരോ ലൈഫ് സിറ്റുവേഷൻസിൽ ഉള്ളവരുണ്ട്, എനിക്കറിയാം. അപ്പോൾ അതിൻ്റെതായ കാരണങ്ങളാൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ചിലൂടെയെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് വേഗം ചെയ്ത് നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റണം. എനിക്കിത് പറ്റും, ഞാൻ നേടും, 10-നുള്ളിൽ ഞാൻ നേടിയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ പറ്റണം. അതിനാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിനി ഹോട്ട് ടോപ്പിക്സ് ഒക്കെ വരും. അതൊക്കെ വഴിയെ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ത്രൂ തന്നെയായിരിക്കും ഇടുക, എൻ്റെ യൂട്യൂബ് ചാനൽ. നമുക്ക് ഡിഗ്രി ലെവലിന് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് പറഞ്ഞു. അതുപോലെ തന്നെ 3 സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാം കൺസേൺഡ് ആയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് ഓരോ വിഷയം കൺസേൺഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ വഴിയെ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെയുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. BFAയുടെ കംപ്ലീറ്റ് BFA ലെവലിൽ മാത്രമല്ല ഞാൻ ചെയ്യുക, LDC ലെവലിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യാൻ സമയം ആർക്ക് വേണ്ടിയും കാത്തിരിക്കില്ല. സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ സ്വയം അനലൈസ് ചെയ്യുക. അതനുസരിച്ച് എന്താണോ സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യുക. അത് എന്താണെങ്കിലും ഇപ്പം എൻ്റെ കോഴ്സ് ആണെങ്കിൽ എൻ്റെ കോഴ്സ് എന്താണെങ്കിലും നിങ്ങൾ സ്വയം ഡിസൈഡ് ചെയ്യാം. അതിന് സമയം പാഴാക്കരുത്. നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ. നമ്മുടെ പ്രോബ്ലം എന്താണ് ഈ ഒരു എക്സാം കൺസേൺഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്റെ കുറവുകൾ നികത്താൻ എന്തിനു പറ്റും എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലും ഞാൻ ഇനി അങ്ങോട്ട് ഇടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു വീഡിയോസും ഒക്കെ നിങ്ങളിലേക്ക് ഇത്രയും വേഗം എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.